ഇന്നോവേഷൻ. നമ്മളെല്ലാവരും കൂടെ ശ്രമിച്ചാൽ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ. ഒന്നോ രണ്ടോ പേര് ശ്രമിച്ചിട്ട് കാര്യമില്ല. ആൻഡ് ഇന്നോവേഷൻ ഇത് പറയാം. കോർ പ്രിൻസിപ്പൾസ് സസ്റ്റൈനബിലിറ്റി വേണം, നമുക്ക് പാർട്ടിസിപ്പേഷൻ വേണം. കാരണം ഇന്ന് വന്ന എല്ലാ കുട്ടികളുടെയും പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ ഈ കോളേജ് ഇതുപോലെ തന്നെ ഒരു നല്ല ക്യാമ്പസ് ആയിട്ട് നിലനിൽക്കുള്ളൂ. റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം നമുക്ക്. ദെൻ നമ്മളൊരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ബുക്കിലുള്ളത് പഠിച്ചാൽ മാത്രം വരാം, നമ്മൾ പുതിയതായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തുകയും വേണം. എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഈ എല്ലാ കുട്ടികളും നാളത്തെ ഒരു സയൻറ്റിസ്റ്റോ കവിയോ കഥാകാരനോ ആണ്. അപ്പോൾ ആ രീതിയിലുള്ള ഡെവലപ്മെൻറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ജസ്റ്റ് ബുക്കിലുള്ള നോളജ് പഠിച്ചതുകൊണ്ട് ആരും ഒന്നും ആവില്ല. അപ്പോൾ ഇന്നോവേഷൻ, ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഇന്നോവേഷൻ വേണം. അപ്പോൾ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഇന്നോവേഷൻ നിങ്ങളിൽ നിന്നാണ് വരേണ്ടത്. എൻവയോൺമെൻറ്റൽ ഫുട് പ്രിന്റ് ഓഫ് ദ കോളേജ് ടു എലിമിനേറ്റ് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് നമ്മൾ എലിമിനേറ്റ് ചെയ്യേണ്ടത്, കുറയ്ക്കുന്നുണ്ട്. ടു പ്രൊമോട്ട് റിസോഴ്സ് കൺസർവേഷൻ, ടു ഇംപ്ലിമെൻറ്റ് എഫക്റ്റീവ് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. എംബഡ് എൻവയോൺമെൻറ്റൽ അവയർനെസ് ഇൻ കരിക്കുലം, ടു ഡെവലപ്പ് ഗ്രീൻ കോൺഷ്യസ്നസ്, ടു ഫോസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂഷണൽ പാർട്ട്ണർഷിപ്പ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത് ക്ലാസ് റൂമുകളിൽ നിന്ന് തന്നെയാണ്. രണ്ട് രീതിയിൽ പ്ലാസ്റ്റിക് അല്ലാത്തതും മാറ്റി നമ്മൾ എടുക്കുന്നുണ്ട്. കമ്പോസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്. നമ്മുടെ ഫുഡ് വേസ്റ്റ് ബയോഗ്യാസ് പ്ലാന്റിൽ പ്രോസസ്സ് ചെയ്തിട്ട് അതിൽ നിന്നാണ് ഉള്ള ഗ്യാസ് കൊണ്ടിട്ടാണ് നമ്മൾ നമ്മുടെ ക്യാൻറ്റീനിൽ കുക്കിംഗ് നടത്തുന്നത്. അപ്പോൾ അതെല്ലാം വേസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതല്ലാതെ തന്നെ തുമ്പൂർ കുഴി മാലിന്യ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തുമ്പൂർ കുഴി മാലിന്യ പ്ലാന്റ് അതും നമുക്ക് നമ്മുടെ ക്യാമ്പസിലുണ്ട്. പേപ്പർ പരമാവധി നമ്മൾ റീയൂസ് ചെയ്യാറുണ്ട്. ഈ വേസ്റ്റ് കേരള ഗവൺമെൻറ് പറയുന്ന പോലെ നമ്മൾ കൈകാര്യം ചെയ്യാറുണ്ട്. പ്ലാസ്റ്റിക് ഫ്രീ ക്യാമ്പസ് ആവുക, അത് നമ്മളുടെ ഒരു ലക്ഷ്യമാണ്. 100% അത് പറ്റുമോ എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു ക്വസ്റ്റ്യനാണ്. എങ്കിലും പരമാവധി പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നമ്മൾ കുറയ്ക്കുകയാണ്. ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളും പ്ലാസ്റ്റിക്കിൻ്റെ അതിപ്രസരം ഇല്ലാതാക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ സെമിനാർ നടക്കുമ്പോൾ, സിമ്പോസിയം നടക്കുമ്പോൾ എല്ലാം നമ്മൾ പേപ്പർ ഗ്ലാസ്, പേപ്പർ പ്ലേറ്റ് പോലും നമ്മളിവിടെ ഉപയോഗിക്കാറില്ല. കാരണം അതൊക്കെ പിന്നെ വേസ്റ്റ് മെറ്റീരിയലായിട്ട് വരും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ കോളേജിൽ പഠിക്കുമ്പോൾ പരമാവധി പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുക. നമ്മുടെ കോളേജിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിപാടികൾ വരുമ്പോൾ അവിടെ പ്ലാസ്റ്റിക് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. വേസ്റ്റ് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ LED കൂടുതലായിട്ട് ഉപയോഗിച്ച് പഴയ ലാമ്പുകളെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എനർജി എഫിഷ്യൻസി ആയിട്ട് നമ്മൾ കൂടുതൽ നോക്കുകയാണ്. സോളാർ പവർ പ്ലാന്റ് നമുക്ക് ആവശ്യത്തിനുണ്ട്. ഇപ്പോൾ സോളാർ പവർ നമ്മൾ കോളേജിൽ ഉപയോഗിക്കുന്നുണ്ട്. വാട്ടറിൻ്റെ യൂസ് മിനിമൈസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് ചെയ്യേണ്ടതാണ്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ക്യാമ്പസിൽ കയറിയപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എത്ര ഗ്രീനാണ് ഈ ക്യാമ്പസിന്. അപ്പോൾ അത്രയും ട്രീസ് ഉണ്ട്, അത്രയും പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അത് പ്രൊട്ടക്ട് ചെയ്യേണ്ടതും നമ്മുടെ ഡ്യൂട്ടിയാണ്. ട്രീ പ്ലാന്റ് ചെയ്യാറുണ്ട് നമ്മൾ പുതിയതായിട്ട്. ഓരോ കൊല്ലം NCC, NSS, നേച്ചർ ക്ലബ്ബ്, ഭൂമിത്രസേന ക്ലബ്ബ്, എൻവയോൺമെൻറ്റ് ക്ലബ്ബ് എല്ലാവരും പുതിയ മരങ്ങൾ നട്ടുപിടിപ്പിക്കാറുണ്ട്. പഴയ മരങ്ങളെ പരിപാലിക്കാറുണ്ട്. ലേബിളിംഗ് ഓഫ് ട്രീസ് നടത്താറുണ്ട്. നിങ്ങൾക്കറിയാം, വലിയ മരങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ലേബിൾ ഉണ്ടാവും, QR കോഡ് ഉണ്ടാവും. അപ്പോൾ ഏത് മരമാണെന്ന് ഈസിയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. ഷെയ്ഡ് ഹൗസ് ഉണ്ട്. പലതരത്തിലുള്ള ചെടികളും നമ്മുടെ ഷെയ്ഡ് ഹൗസുകളിൽ ഉണ്ട്. ഹെർബൽ ഗാർഡൻ, കേരള ഗവൺമെൻറ് മെഡിസിനൽ പ്ലാൻ ബോർഡിൻ്റെ സഹായത്തോടുകൂടി ധാരാളം മെഡിസിനൽ പ്ലാന്റ്സ് നമ്മൾ ഈ ക്യാമ്പസിൽ നട്ടുപിടിച്ച് പരിപാലിപ്പിക്കുന്നുണ്ട്. ദെൻ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട്. അതിന് ഫണ്ടിങ്ങിന് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പിന്നെയുള്ളത് ഓർഗാനിക് ഗാർഡനിങ്. നമുക്ക് കോളേജിലൊരു അഗ്രി ഹോർട്ടിക്കൾച്ചർ ക്ലബ് ഉണ്ട്. അഗ്രി ഹോർട്ടിക്കൾച്ചർ ക്ലബിൻ്റെ ഭാഗമായിട്ട് തന്നെ കീടനാശിനികളൊന്നും ഇല്ലാത്ത നല്ല വളങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് കൃഷി നടത്തുന്നുണ്ട്. അതിൽ നിന്നുള്ള വിളവ് നമ്മൾ എടുക്കുന്നുണ്ട്. ഓർക്കിഡ് കൺസർവ് ചെയ്യാൻ നമ്മുടെ ക്യാമ്പസിൽ വലിയ മരങ്ങളുണ്ടായാലും നിറച്ച് ഓർക്കിഡുകളുണ്ട്. ഓർക്കിഡ് കൺസർവ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് ക്യൂ ബൊട്ടാണിക്കൽ ഗാർഡൻ, ഇംഗ്ലണ്ടിലുള്ള റോയൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ക്യൂ ആയിട്ട് MOU ഉണ്ട്. അവരുടെ സപ്പോർട്ടോടു കൂടിയാണ്, ഇംഗ്ലണ്ടിലെ ക്യൂ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് നമ്മൾ ഓർക്കിഡ് ചെയ്യുന്നത്. ഫ്രൂട്ട് ഗാർഡനും നമുക്കുണ്ട്, ഓർക്കിഡ് നമുക്കുണ്ട്. ഗ്രീൻ ഇവൻറ്റ്സ് ആൻഡ് പ്രാക്ടീസസ്, സീറോ വേസ്റ്റ് ഇവൻറ്റ്സ് നമ്മൾ ചെയ്യാറുണ്ട്. റീയൂസബിൾ മെറ്റീരിയലാണ് പരമാവധി നമ്മൾ യൂസ് ചെയ്യുന്നത്.
ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ സെമിനാർ അസൈൻമെൻ്റൊക്കെ നമ്മൾ കൊടുക്കുന്നതെല്ലാം ഓൺലൈനായിട്ടാണ് മിക്കവാറും. അപ്പോൾ നമുക്ക് പരമാവധി പേപ്പറിൻ്റെ യൂസ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഗ്രീൻ അവയർനെസ് നടത്താനുള്ള ഓറിയൻറ്റേഷൻ പ്രോഗ്രാം നിങ്ങൾക്ക് ആവശ്യത്തിന് ലഭിക്കുന്നതാണ്. വർക്ക്ഷോപ്സ്, സെമിനാർ എല്ലാം എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളത് ക്യാമ്പസിൽ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഗ്രീൻ കരിക്കുലം, നിങ്ങളെല്ലാവരും അത് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനെ കുറിച്ച് പഠിക്കാതെ ഈ ക്യാമ്പസിൽ നിന്ന് ഇറങ്ങില്ല, അത് നിശ്ചയമാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ സിലബസിൽ ഉൾപ്പെടുത്തുന്നതാണ്. ബയോഡൈവേഴ്സിറ്റി സർവേ WWF ബാക്കി NGOസിനോട് ചേർന്നിട്ട് നമ്മൾ മിക്കവാറും ബയോഡൈവേഴ്സിറ്റി സർവേസ് നമ്മൾ നടത്തുന്നുണ്ട്. അതിൽ നമുക്കൊരു നല്ല ഡാറ്റയുണ്ട്. കാരണം തിരുവനന്തപുരത്ത് കാണുന്ന മിക്ക ഈവൻ ചെറിയ ഉറുമ്പുകളാണെങ്കിൽ പോലും അവ ഈ ക്യാമ്പസിലുണ്ട്, അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ഇനി നമുക്ക് അടുത്ത പോകേണ്ടതും കൂടെ നമ്മൾ അറിയണമല്ലോ. ഇതൊക്കെ നമ്മൾ ഈ ക്യാമ്പസിൽ ചെയ്യുന്നുണ്ട്, നിങ്ങളിനി നമ്മളിവിടെ കൂടുതൽ ചെയ്യുന്നതുമാണ്. അപ്പം ഇനി എന്താണെന്നുള്ളതാണ്. അപ്പം ഇനി ചെയ്യാൻ, കാരണം A+ ആണ്, A+ന്റെ മേലെ ഒരു ഡിഗ്രി ഇല്ല. അപ്പോൾ അത് A+ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ 2027 ആകുമ്പോഴേക്കും ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഇല്ലാത്തൊരു ക്യാമ്പസ്, അത് ഈസി അല്ല എങ്കിലും അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. 2027 ആകുമ്പോഴേക്കും നമ്മൾ കൈവരിക്കും. നമ്മളൊരു ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഇല്ലാത്ത ഒരു ക്യാമ്പസായിട്ട് നമ്മൾ മാറും. കളക്ഷൻ ഓഫ് സെൽഫ് ഗവൺമെൻറ് ആൻഡ് ബോഡീസ്, എൻവയോൺമെൻറ്റൽ ഓർഗനൈസേഷൻ ഫോർ ടെക്നിക്കൽ സപ്പോർട്ട്, അവരെ ധാരാളം ഓർഗനൈസേഷൻസ് നമുക്ക് സപ്പോർട്ട് തരുന്നുണ്ട്. 2028 ആകുമ്പോഴേക്കും നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ ഒരു പകുതി നമുക്ക് നമ്മുടെ സോളാർ പ്ലാന്റുകളിൽ നിന്ന് ലഭിക്കണം എന്നാണ് നമ്മളൊരു ആഗ്രഹം. അതിനും ശ്രമിക്കുന്നുണ്ട്. ഫുള്ളി പേപ്പർലെസ്, അതായത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ പേപ്പർ ഉപയോഗിച്ച് തീർക്കുന്നത് നമ്മൾ ആണ്, ടീച്ചർമാരും കുട്ടികളുമാണ്. അപ്പം അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് അതും ഓഫീസ് നമ്മൾ പേപ്പർലെസ് ഒരു സിസ്റ്റത്തിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ്. അതുമല്ല ഹരിത വിദ്യാലയം എന്ന് പറഞ്ഞത് നമ്മളത് ക്ലിയർ ആയിട്ട്, കാരണം ഇനി നമ്മൾ ഹരിത വിദ്യാലയമായിട്ട് ബാക്കിയുള്ള കോളേജുകൾക്ക് കാണാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ഉയരണം. കാരണം ഇപ്പോൾ A+ ആണെങ്കിലും ബാക്കിയുള്ള കോളേജുകളായി വരുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ A+ ആണ് ഒരു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് പോലും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇനിയും ഉയരാനുണ്ട്. കാരണം ഇനി നാളെ ഒരു കാലത്ത് വിമൻസ് കോളേജിനെ കണ്ടുപിടിക്കൂ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ഉയരാനുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഒരു ചുവടുവെപ്പാണ്. പക്ഷെ ആ ചുവടുവെപ്പ് അധ്യാപകരോ അല്ലെങ്കിൽ അനധ്യാപകരോ ബാക്കിയുള്ളവരോ ചേർന്ന് ചെയ്തിട്ട് കാര്യമില്ല. അത് ചെയ്യേണ്ട കൂട്ടിന് വിദ്യാർത്ഥിനികളാണ്. ആ വിദ്യാർത്ഥിനികൾ ഒരുമിച്ച് നിന്നാലേ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ആകെ കൺക്ലൂഡ് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. കാരണം നിങ്ങൾ ഒരു 4 കൊല്ലം ചെലവഴിക്കാൻ പോകുന്ന ക്യാമ്പസാണ്. ആ ക്യാമ്പസ് എത്ര മനോഹരമായിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഇവിടെ വേസ്റ്റ് ഇടാതെയും ചവറിടാതെയോ നന്നായിട്ട് സൂക്ഷിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും. അത് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ ആളുകളുണ്ട് എങ്കിൽ പോലും അവർ നമ്മുടെ കൂട്ടത്തിലുള്ളതാണ് എന്നുള്ളൊരു ബോധം എപ്പോഴും നമുക്ക് വേണം. കാരണം അവർ ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ കുറച്ചും കൂടെ ചവറിടാമെന്നുള്ളൊരു സിസ്റ്റം നിങ്ങളുടെ മനസ്സിൽ പാടില്ല. അവരുടെ കൂടെ നിന്ന് നമ്മൾ വേസ്റ്റ് ഇടാതെയും കൂടെ സഹകരിച്ചാൽ മാത്രമേ നമുക്ക് ഈ ക്യാമ്പസ് ഇതേപോലെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു.